രചന അമ്മു സന്തോഷ്. പ്രണയ മത്സ്യങ്ങൾ. യാത്രകൾ നിങ്ങൾക്ക് മടുക്കാറായില്ലേ? നവീൻ പുഞ്ചിരിയോടെ നീലിമയെ നോക്കി. ഇല്ല, യാത്രകളിലൂടെയാണ് ഞാൻ ജീവിക്കുന്നത്. എന്നാലും ഒറ്റയ്ക്ക് മാസങ്ങളോളം യാത്രകൾ ചെയ്തു പോകുമ്പോൾ എപ്പോഴെങ്കിലും മടുക്കാറില്ലേ? തിരിച്ച് വീട്ടിൽ വരാൻ തോന്നാറില്ലേ? നവീൻ എന്തോ ആലോചിക്കും പോലെ ഒന്നും മിണ്ടാതെയിരുന്നു. അമ്മയില്ലാത്ത എൻ്റെ വീട് എന്നെ ഇപ്പോൾ മോഹിപ്പിക്കാറില്ല. ലോകത്ത് മറ്റൊന്നും എനിക്ക് മിസ് ചെയ്യാറുമില്ല. ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു അത്. കുറച്ച് നാളുകൾക്കുള്ളിൽ കുറേ അധികം രാജ്യങ്ങളിൽ ഒറ്റയ്ക്ക് പോയ നവീൻ എന്ന യുവാവിനെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയായിരുന്നു നീലിമയുടെ ചാനൽ. അയാളുടെ കണ്ണുകളിൽ കടലിൻ്റെ ആഴവും ശാന്തതയും ഉണ്ടായിരുന്നു. അധിക നേരം നോക്കിക്കൊണ്ടിരുന്നാൽ കീഴ്പ്പെട്ടു പോകുന്ന ഒരു ശക്തി ആ കണ്ണുകൾക്കുണ്ടെന്ന് അവൾക്ക് തോന്നി. അപ്പോ നാട്ടിലാരുമില്ലേ? എനിക്ക് 2 കൂട്ടുകാരികളുണ്ട്, അയാൾ പെട്ടെന്ന് പറഞ്ഞു. അവളുടെ മുഖം വികസിച്ചു. കൂട്ടുകാരികൾ? എസ്, സ്കൂൾ കാലം മുതൽ ഒന്നിച്ചുണ്ടായിരുന്നവർ. അവരെ കാണാനാണ് ഞാൻ വല്ലപ്പോഴും നാട്ടിലേക്ക് വരിക. ഇപ്പോൾ വന്നിട്ട് 1 വർഷമായി. ആഹാ, അവരെവിടെയാണ്? എന്തു ചെയ്യുന്നു? പേരെന്താണ്? ഇത്രയും ചോദ്യങ്ങൾ ആ കൂട്ടുകാർ ആണുങ്ങളായിരുന്നുവെങ്കിൽ നിങ്ങൾക്കുണ്ടാകുമായിരുന്നില്ല. നവീൻ കള്ളച്ചിരിയോടെ ചിരിച്ചു. നീലിമ വിളറിപ്പോയി. ഹേയ്, ഇറ്റ്സ് ഓക്കെ. എൻ്റെ കൂട്ടുകാരികൾ 2 പേരുടെയും വിവാഹം കഴിഞ്ഞു. ഒരാൾ ഡോക്ടർ, മറ്റൊരാൾ ഹോം മേക്കിംഗ് എക്സ്പേർട്ട്. ഇടയ്ക്കൊക്കെ നാട്ടിൽ വരുമ്പോൾ അവർക്കിടയിലാണ് ഞാൻ കുറച്ചുനാൾ ജീവിക്കുക. ക്യാമറ ഓഫ് ചെയ്തേക്കൂ, അതെൻ്റെ സ്വകാര്യതയാണ്. നീലിമ ക്യാമറമാനോട് ക്യാമറ ഓഫ് ചെയ്ത് പൊയ്ക്കോളാൻ പറഞ്ഞു. അവരുടെ പേരെന്താണ്? എക്സ് ആൻഡ് വൈ. അവൾ നെറ്റി ചൊളിച്ചു. ജോക്കിംഗ്? സീരിയസ്ലി? സാറ സക്കറിയ യാമി മേനോൻ. സാറായ്ക്ക് എസ് അല്ലേ? പൊതുവേ അങ്ങനെയാണ്, പക്ഷേ അവളുടെ അപ്പന് സാറ എന്നിടാനായിരുന്നു ഇഷ്ടം. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അവൻ കൈമലർത്തി. അവളൊരു ചിരി വന്നതടക്കി. ഞാൻ അവരെ എക്സ് എന്നും വൈ എന്നുമാണ് വിളിക്കുക. അവരെന്നെ ബബ്ലു എന്നും. അമ്മ വിളിച്ചുകൊണ്ടിരുന്ന പേരാണ്. ഞാൻ എൻ്റെ +2 കഴിഞ്ഞ് മെഡിസിന് ചേർന്നു. എക്സും എൻ്റെ ഒപ്പം ഒരേ കോളേജിൽ. വൈ നന്നായി വരയ്ക്കും. അവൾ അതിലേക്ക് പോയി. വെറുതെ ചോദിക്കുക കേട്ടോ, ഇതിലാർക്കും നിങ്ങളോട് പ്രണയം തോന്നിയില്ലേ? ഞാൻ ചോദിച്ചത് എന്താന്ന് വെച്ചാ, നിങ്ങൾ ഭയങ്കര ചാമിങ് ആണ്. ഓപ്പണായി പറയാമല്ലോ. ഈ എനിക്ക് പോലും കണ്ടപ്പോൾ ഒരു ഇൻഫാക്ച്വേഷൻ തോന്നി. ദാറ്റ് ഐ നോ. അവൻ ചിരിച്ചു. 2 പേർക്കും എന്നെ ഇഷ്ടമായിരുന്നു. അവനൊരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വച്ചു. ക്യാനായി? അവളെ ഒന്ന് നോക്കി. ഓ ഷുവർ. വേണോ? അവൻ നീട്ടി. ഇല്ല, ജോലി സമയത്ത് സ്മോക്കിംഗ് ഇല്ല. അവളത് നിരസിച്ചു. ഇഷ്ടം മാത്രം? പ്രണയമായിരുന്നോ? യെസ്, പ്രണയം, ഇഷ്ടം എല്ലാം ഒന്നാണ്. നിങ്ങൾക്ക് ആരോടായിരുന്നു ഇഷ്ടം? അവരെ 2 പേരെയും. അവരെൻ്റെ സുഹൃത്തുക്കളാണ്. 2 പേരും എന്നെ പ്രണയിച്ചു. പക്ഷേ എനിക്ക് 2 പേരെയും പറ്റില്ലല്ലോ. ആരായിരുന്നു കൂടുതൽ സുന്ദരി? സാറ. അവൾക്ക് ഗ്രീക്ക് സുന്ദരിമാരുടെ ഭംഗിയാണ്, വെണ്ണക്കൽ ശില്പം പോലെ. അപ്പോൾ സാറയോട് കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നല്ലേ? 2 കണ്ണുകളിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമെന്ന് ചോദിക്കും പോലെയാണത്. അയാൾ ഒരു മീനിനെ പോലെയാണെന്ന് അവൾക്ക് തോന്നി. പിടികിട്ടിയെന്ന് തോന്നിപ്പിക്കുന്ന സമയത്ത് തന്നെ വഴുതിപ്പോകുന്ന മീൻ പോലെ. അതുപോട്ടെ, ഒരാളോട് നിങ്ങൾക്ക് പ്രണയമുണ്ടായിരുന്നുവെന്ന് ഞാൻ പറയുന്നു. എസ് ഓർ നോ? അവൻ പൊട്ടിച്ചിരിച്ചു. ഉണ്ടായിരുന്നു, പക്ഷേ പറഞ്ഞില്ല. കാരണം 2 പേരും എന്നെ ഒരേപോലെ സ്നേഹിച്ചിരുന്നു. ഞാൻ ഒരാളുടെ പേര് പറയുമ്പോൾ, അവൾക്കൊത്ത് ജീവിക്കുമ്പോൾ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരു കൂട്ടുകാരിയെ എനിക്ക് നിരാശപ്പെടുത്തേണ്ടി വരും. അവൾ വേദനിക്കും. അത് വേണ്ട. പ്രണയം വിട്ടുകളയൽ കൂടിയാണ്. ആരാണത്? അത് വിട്ടുകളയൂ. നമ്മുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞില്ലേ? ഞാൻ നാളെ കഴിഞ്ഞ്
മറ്റൊരു യാത്ര പോവുകയാണ്. എനിക്ക് നേരത്തെ പോകണം. അയാൾ എഴുന്നേറ്റു. നേരിയ നിരാശയോടെ അവളും. ദൂരെ ഒരു നഗരത്തിലെ ഫ്ലാറ്റ്. നീ യാമിയുടെ വീട്ടിൽ പോയിട്ടാണോ വന്നത്? ചിക്കൻ സൂപ്പ് വിളമ്പുമ്പോൾ സാറ ചോദിച്ചു. ഇല്ല, ഇവിടെ നിന്ന് അങ്ങോട്ട്, അവിടെ നിന്ന് കൊച്ചി എയർപോർട്ട്, പിന്നെ ഫിജി. താനൊന്ന് സെറ്റിലാവേണ്ട ടൈമായി നവീൻ. അല്ലേ സാറ? അഖിൽ ഭാര്യയെ നോക്കി ചോദിച്ചു. പിന്നല്ലാതെ, വയസ്സ് 35. നീ ഒരു പെണ്ണ് കിട്ടു ബബ്ലു. എന്നിട്ട് യാത്രയൊക്കെ കുറയ്ക്ക്. അവൾ ഉറക്കം വന്നു തുടങ്ങിയ മകളെ തോളിലിട്ട് ബെഡ്റൂമിലേക്ക് പോയി. യാത്രയൊക്കെ നിർത്തി ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യും നവീൻ. ഓഫർ ഓപ്പണായി കിടക്കുവാട്ടോ. അവൻ ചിരിച്ചു. പിന്നെ ഭക്ഷണം കഴിച്ചെഴുന്നേറ്റു. അവരോട് യാത്ര പറഞ്ഞ് യാമിയുടെ വീട്ടിലെത്തുമ്പോൾ നേരം ഉച്ച. ഞാൻ കരുതി നാളെ ഉള്ളൂവെന്ന്. അവൾ മെല്ലെ ചിരിച്ചു. ഇളം മഞ്ഞ നിറത്തിലുള്ള കോട്ടൺ സാരിയിൽ അവൾ മെലിഞ്ഞ പോലെ തോന്നിച്ചു. നീ എന്താ വല്ലാണ്ട് മെലിഞ്ഞല്ലോ? അവൻ അവളുടെ കണ്ണുകൾ വിടർത്തി നോക്കി. നല്ല വിളർച്ചയുണ്ടല്ലോ. ഞാനൊരു ബ്ലഡ് ടെസ്റ്റിന് എഴുതാം. വേണ്ട, നീ ഫ്രഷായി വാ. ഭക്ഷണം എടുത്തു വയ്ക്കാം. ഇപ്പൊ വേണ്ട, ഇരിക്ക്. ചോദിക്കട്ടെ, നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസ് എന്തായി? എവിടെ അവിനാഷ്? കണ്ടില്ല. അത് തീർന്നു. അവൾ ചിരിക്കാൻ ശ്രമിച്ചു. എനിക്ക് മക്കളുണ്ടാകില്ല എന്നത് വാലിഡിറ്റി ഉള്ളൊരു പോയിന്റാണെന്ന് കോടതി. ഡിവോഴ്സ് വേഗം കഴിഞ്ഞു. അവൻ സങ്കടത്തോടെ അവളെ നോക്കിയിരുന്നു. അവയുടെ വിവാഹമാണ് വരുന്ന 24-ന്. പാവം, രക്ഷപ്പെട്ടെ. അല്ലെങ്കിലും ഹൃദയം കൊണ്ട് പ്രണയിക്കാൻ പറ്റാത്ത പെണ്ണിനെ പുരുഷന് കിട്ടാതിരിക്കുകയാ നല്ലത്. അവനൊന്നും മിണ്ടിയില്ല. നീ വാ, ഊണ് വിളമ്പാം. അവൾ അടുക്കളയിലേക്ക് പോയി. നിനക്ക് വേണ്ടി വാങ്ങിയതാ പുഴമീനൊക്കെ. നന്നായിട്ടുണ്ടോ? അവൻ തലയാട്ടി. വൈകുന്നേരമായി. അവന് പോകാറായി. നീ ഫിജി എന്ന രാജ്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവൻ പെട്ടെന്ന് അവളോട് ചോദിച്ചു. നല്ല ഭംഗിയുള്ള രാജ്യമാണെന്ന് വായിച്ചിട്ടുണ്ട്. എങ്കിൽ റെഡി ആയിക്കോ. ഞാൻ ടിക്കറ്റ് അറേഞ്ച് ചെയ്യാമോ എന്ന് നോക്കട്ടെ. അയ്യോ, ഇപ്പൊ പോകാനോ? വിസ വേണ്ടേ? ഇന്ത്യയിൽ നിന്നും വിസ ഇല്ലാതെ പോകാവുന്ന കുറച്ച് രാജ്യങ്ങളിലൊന്നാണ് ഫിജി. നീ വാ, നമുക്ക് പോയിട്ട് വരാം. നീ ഒന്ന് റിഫ്രഷ് ആവൂ. വീട്ടിൽ വിളിച്ചു പറയട്ടെ? അവൾ ഒരു കൊച്ചുകുട്ടിയുടെ ഉത്സാഹത്തോടെ ഫോൺ എടുത്തു. അവനും തൻ്റെ ട്രാവൽ ഏജന്റിന്റെ ഫോൺ നമ്പർ ഡയൽ ചെയ്തു. അച്ഛൻ സമ്മതിച്ചു. നിന്റെ കൂടെയല്ലേ, പൊയ്ക്കോളാൻ പറഞ്ഞു. അവൾ ഒരു കിതപ്പോടെ ഓടി വന്ന് പറഞ്ഞു. അവൻ ആ നെറുകയിലൊന്ന് തൊട്ടുമൂളി. നിനക്കൊരു ബുദ്ധിമുട്ടാവുമോ? പാക്ക് ചെയ്യുമ്പോൾ അവൾ ചോദിച്ചു. പൊടി. ട്രാവൽ ബാഗിൽ കുത്തി നിറച്ച സാരികൾ അവൻ പുറത്തേക്കിട്ടു. പഴയ ജീൻസും ടോപ്സൊക്കെ ഇരിപ്പില്ലേ, എടുക്ക്. നമ്മളെന്നാ വരിക? നോ ഐഡിയ. വന്നിട്ട് വല്ല അത്യാവശ്യമുണ്ടോ? അവൾ ചിരിച്ചു. പിന്നെ കണ്ണടച്ച് കാട്ടി. ഫ്ലൈറ്റിലിരിക്കുമ്പോൾ അവൾ നേരത്തെ കണ്ട വാടിപ്പോയ പെണ്ണായിരുന്നില്ല. വിടർന്ന മുഖത്തോടെ അവനോട് ചേർന്ന് ഒരു കുട്ടിയുടെ കൗതുകത്തോടെ ചുറ്റും നോക്കി. അങ്ങനെ ഫ്ലൈറ്റ് ഉയർന്നു പൊങ്ങുമ്പോൾ അവൾ അവനെ മുറുകെ പിടിച്ചു. കണ്ണടച്ചു. അവൻ അവളെ ചേർത്ത് പിടിച്ചു. തന്നോട് ചേർത്ത്, വളരെ ചേർത്ത്. ആദ്യമായി പ്രണയിച്ചവളെ വിട്ടുകളയാൻ പുരുഷന് പലപ്പോഴും കഴിയാറില്ല. ഇത്തരത്തിലുള്ള മനോഹരമായ പ്രണയകഥകൾ വായിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.